ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക നാരായണ നാമം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലോതിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചുള്ള ചെറിയൊരു കൊച്ചു ഐതിഹ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരു അഞ്ജനശിലാ വിഗ്രഹം ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ ശ്രീകൃഷ്ണൻ തൻ്റെ ശിഷ്യനായ ഉദ്ധവന് കൈമാറി. അത് പിന്നീട് ഗുരു ബൃഹസ്പതിയുടെയും വായുദേവൻ്റെയും കൈകളിലെത്തി. അവരത് ഭൂമിയിലെവിടെയും പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലം തിരഞ്ഞ് അലഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ സമയത്ത് കേരളത്തിൽ ജനങ്ങൾക്കെല്ലാം എന്തോ നെഗറ്റീവ് എനർജി കാരണം എല്ലാവർക്കും രോഗങ്ങളും പീഡകളും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സീസണായിരുന്നു. അപ്പോൾ അന്ന് പരശുരാമൻ ഗുരുവിനോടും ബൃഹസ്പതിയോടും വായുദേവനോടും റിക്വസ്റ്റ് ചെയ്ത് ആ വിഗ്രഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും ഇന്ന് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത്, അതായത് ഗുരുവായൂരിൽ പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ആ പ്രതിഷ്ഠാദിനമായ ആ പ്രതിഷ്ഠിച്ച ദിവസമാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഗുരുവിനാലും വായുവിനാലും ബൃഹസ്പതിയും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ആ ഗുരുവായൂർ ബർത്ത്ഡേ ആണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ശരിക്കും ഗൈസ്, നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ അതെനിക്കറിയില്ല. എന്നാലും ഞാൻ ചിന്തിക്കുന്നത്, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഇതൊക്കെ ഉണ്ടോ, കഥകളാണോ ഒന്നും അറിയില്ല. എന്നാലും വൈകുണ്ഠം എന്ന് പറയുന്ന ഒരു സങ്കല്പം നിലവിലുണ്ട്, മഹാവിഷ്ണു എന്ന് പറയുന്ന ഒരു സങ്കല്പം നിലവിലുണ്ട്. അവിടെയൊക്കെ പൂജിച്ചിരുന്ന ഒരു വിഗ്രഹം ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ, ഇവിടെയാണ്, നമ്മളുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കേരളത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ചെറിയ ചെറിയ ജന്മങ്ങളാണ് നമ്മളെല്ലാവരും. അപ്പോൾ വി ആർ ലക്കി അല്ലേ? നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടോ, പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നുണ്ടോ അറിയില്ല. എന്തായാലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് പോസിറ്റീവ് എനർജിയിലും സ്പിരിച്വാലിറ്റിയിലും വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഐ ആം ലക്കി. ഞാൻ പറയുന്നു, നിങ്ങളും ഭയങ്കര ബ്ലെസ്ഡാണ്. നിങ്ങളും ഈ കേരളത്തിൽ ജനിക്കാൻ ഭാഗ്യം ചെയ്ത നിങ്ങൾ ഓരോരുത്തരും ഭയങ്കര ലക്കിയാണ്. സൂപ്പർ ലക്കീസ്.